നല്ല സൂപ്പർ സാധനം കേട്ടോ. ആർക്കും കഴിക്കാം, ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. ഷുഗർ അതിനൊന്നും താല്പര്യമില്ല. മതി 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 മതി, ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് വൈകുന്നേരത്തേക്ക് കൂടെ അവസാനിക്കും. നമുക്ക് കുറച്ച് കൊണ്ട് പോകണോ? ഏത് കഴിഞ്ഞിട്ടില്ലേ? അത് ശരി. ഇത് സൂപ്പർ ഇന്ന് വെച്ചത് കേട്ടോ. സൂപ്പർ എന്താണെന്നറിയാമോ? ഇത് പരിപ്പ് വേണ്ട, മോര് വേണ്ട, നാളികേരം വേണ്ട, അങ്ങനത്തെ ഒരു കറിയാണ്. അതായത് ചേമ്പ് കായ്. ചേമ്പ് കണ്ട, ഇത് ചേമ്പ്, കണ്ടിച്ചേമ്പ്. ഇത് കായ. ഏത് കായ? ഏറാടൻ കായ. ഏറാടൻ കായ കാണിക്കോ? പഴുത്തു കൂട്ടാ. നമ്മുടെ ഇവിടുത്തെ ഏറാടൻ കായയുടെ കായ കേട്ടോ. ഇന്ന് മിനിഞ്ഞാന്ന് ഇവിടെ വെട്ടിക്കൊണ്ട് വെച്ച കായാണ് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ പഴുത്തു കേട്ടാ. ഞങ്ങൾക്ക് പഴുത്തു. ഇനി ഇത് കൂട്ടാൻ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന്ന് തലക്കലത്തെ 2-3 നേരത്തെ കൂട്ടാൻ പറ്റും. നമ്മൾ ഊണായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്കുപ്പേരി നല്ല സൂപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാൻ. ജയശ്രീക്ക് നല്ല ഇഷ്ടം. അവിയൽ താല്പര്യമില്ല അല്ലേ? അവിയലുണ്ട് കുറച്ച് മൈരാജേട്ടന് ഇഷ്ടം അവിയല കൊടുത്തു. ദെൻ നമുക്ക് നല്ല സ്റ്റെപ്പിലിട്ട് വെച്ചാൽ ഒരു കുഴപ്പം വരില്ല. 2 മുളക് ചാട്ടോ എനിക്ക് വേണം. അത് വേണ്ട. വയറിട്ട് ഒക്കെ എടുക്കാം അല്ലേ? നാളേക്ക് വേറെ വെക്കാം. കടുകട അല്ലേ? കടിക്കണം. അപ്പം ഇന്നലെ വറുത്തായാലും ഇങ്ങനത്തെ ചെറ്റിലിട്ട് വെച്ചാൽ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ കടയിൽ പോയാനാ. 11 മണി കണ്ട സൂപ്പറാണ്. കയറ്റയ്ക്കൊക്കെ ഒരിക്കലും അതടിയും വേണ്ടില്ല. എനിക്കിതാ ഇഷ്ടം. സാധല്ലേ? ഇന്നലെ ഞാൻ ആ കൂട്ടാൻ വെച്ചില്ലേ, കുറേ പേര് പറഞ്ഞു ഇത് നമ്മൾ പുളിമോരെന്നല്ലേ പറഞ്ഞത്. പുളിമോരും കൂടി ചേർത്ത് വെറുതെ ഉണ്ടാക്കിയ കറിയായതുകൊണ്ട് പുളിമോര് എന്നാണ് പേരിട്ടത്. പക്ഷേ അതുപോലെ ഇത് ഇരുപുളി അല്ലേന്ന് ചോദിച്ചു. ഇരുപുളി എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഇരുപുളിയിൽ നാളികേരം അരയ്ക്കണം. അതായത് പുളിയുണ്ട്, മോരും കൂടി ചേർത്തിട്ടുള്ള കൂട്ടാനാണ് ഇരുപുളി എന്ന് പറയുന്നത്. 2 പുളി. പക്ഷെ അതിൽ നാളികേരം അരയ്ക്കണം. ജീരകം കൂട്ടാൻ പാടില്ല. നാളികേരം പച്ചമുളകും കൂടിയിട്ട് അരച്ചിട്ടാണ് ഇരുപുളി ഉണ്ടാക്കുക. കഷ്ണം ഉണ്ടായാലും കുഴപ്പമില്ല, കഷ്ണം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊക്കെ ഇവിടെ കഷ്ണം ഇട്ടിട്ടാണ് വെക്കാറ്. അത് കുമ്പളങ്ങ, പിന്നെ ചേമ്പ്, അതുപോലെ മുരിങ്ങക്കായൊക്കെ ഇടാം. അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഇതുപോലെ തന്നെ ഞാൻ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇരുളി എന്നല്ല പറയുക, എരുളി എന്നാണ് പറയുക. അപ്പം എരുളി എന്നാണ് പറയുക. അത് മറന്നിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് ശ്രീയുടെ വ്ളോഗിൽ നിന്ന് എനിക്ക് ഇരുപുളിയാണ് എരുളി ആയതെന്ന് മനസ്സിലായത്. ഇരുപുളിയാണ് എരുളി ആയതെന്നാണ് അതിൻ്റെ ശരിക്കും ആ വേർഡിൻ്റെ മീനിങ് അങ്ങനെ എനിക്ക് മനസ്സിലായത്. ശ്രീയുടെ വ്ളോഗിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി വെക്കാനായിട്ട്. അപ്പോൾ ഇരുപുളിക്ക് അല്ലെങ്കിൽ എരുളിക്ക് നമ്മൾ നാളികേരവും ജീരകം കൂട്ടാൻ പാടില്ല. ജീരകം കൂട്ടിയാൽ അത് രസകാലം വരും. ജീരകം കുരുമുളകൊന്നും ചേർക്കില്ല. ഓൺലി നാളികേരം പ്ലസ് 2 പച്ചമുളകും കൂടി കൂട്ടി അരച്ചിട്ടാണ് അതിലൊഴിക്കുക. അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പോലത്തെ തന്നെ ആയാൽ പോലും അതിൽ നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ അത് ഇരുപുളിയാണ്. പക്ഷെ ഇത് ഇരുപുളിയല്ല, നാളികേരം ചേർത്തിട്ടില്ല. വേറെ കൂട്ടാനൊന്നും ഇല്ല, ഒഴിച്ചു കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കണതാണ്. പ്ലസ് എന്തെങ്കിലും ഉപ്പേരി ഉണ്ടായാൽ നല്ലതാണ്. അതന്നെ നമ്മൾ ഏത് ഉപ്പേരിയായാലും കുഴപ്പമില്ല. പയറുപ്പേരി ആവാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ പോലെ കോവയ്ക്ക് ഉപ്പേരി ആവാം. പക്ഷെ ഇത് തൃശ്ശൂർക്കാരെ കറിയാക്കാം. ഞങ്ങളുടെ സ്വന്തം കറി, ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തെ കറിയാണത്. എന്തെന്നറിയാലോ? ഒന്നുമില്ല. ഓൺലി ചേമ്പ്, കായ, പിന്നെ കുമ്പളങ്ങ ഇട്ടിട്ടില്ല. കുമ്പളങ്ങ കഴിഞ്ഞു. കുമ്പളങ്ങ ഉണ്ടെങ്കിൽ ഇടാൻ വേണമെങ്കിൽ ചേമ്പും കായും മാത്രം. നല്ല കൊഴുപ്പുണ്ട് കണ്ട. നാളികേരം ചേർത്തില്ലെങ്കിലും കൊഴുപ്പുണ്ട്. വേണ്ട, നാളികേരം ചേർത്തില്ലെങ്കിലും കൊഴുപ്പുണ്ട്. നല്ല രസകരമായ കറിയാണത്. എന്താ കാരണം അറിയോ? ചേമ്പിൻ്റെ കൊഴുപ്പാണ് ചേമ്പിൻ്റെ.
ഇതെങ്ങനെയാണ് വച്ചത് ഞങ്ങൾ കാണിച്ചില്ല കേട്ടോ, അത് വെച്ചത് കാണിച്ചില്ല. പിന്നെയാണ് ഓർത്തത് ഞാൻ പറയാം. അത് കഴിക്കേണ്ടത് കണ്ടുല്ലോ, പറഞ്ഞു എങ്ങനെ വെക്കാണ്. എങ്ങനെ വെക്കുക? കഷ്ണം ചേമ്പ് നുറുക്കിയിട്ടു, കായ നുറുക്കിയിട്ടു, അടുപ്പത്ത് വെച്ച് ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചു, പുളി പിഴിഞ്ഞ് വെച്ച് കടുക് ഒലിവ് കറിവേപ്പിലും കൂടി മറ്റൊരു മുളകും കൂടിയിട്ട് വറുത്തിട്ടു. ഇത്രേ ഉള്ളൂ, സുഖവർഷം. നമുക്കിന്ന് ഊണ് കഴിഞ്ഞിട്ട് നമ്മുടെ പാളയൊക്കെ കീറി റെഡിയാക്കാം കേട്ടോ. നമ്മൾ കുരുമുളക് വള്ളി കെട്ടാനായിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. ആ പണിയുടെ എളുപ്പത്തിലുള്ളൊരു സൂത്രപ്പണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ നോക്കാം നമുക്ക് കേട്ടോ ഊണ് കഴിഞ്ഞിട്ട്. ഇപ്പോഴത്തെ തലമുറ കാണാത്ത ഒരു കാര്യമാണ് ഇത് എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? പാള, നമ്മുടെ പാള ജയശ്രീദേവി പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പാള, പച്ചപ്പാളയാണ്. അത് ഒരു പാള കൊണ്ട് മുറിച്ച് ഇങ്ങനെ കീറി ഉണ്ടാക്കിയതാണ്. അത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തത്. അപ്പോൾ ഇത് 45 വള്ളിയുണ്ട്. അപ്പോൾ നമുക്ക് കുരുമുളകിൻ്റെ തല കെട്ടാനായിട്ട് അങ്ങനെ വലുതായി തുടങ്ങിയിട്ടുണ്ട് കുരുമുളക്. അപ്പോൾ അതിനെ ചേർത്ത് കെട്ടണം, അതിൻ്റെ മരത്തിനോട് ചേർത്ത് കെട്ടാനായിട്ട് ആണ് ഇത് ഉപയോഗിക്കുക. അതിങ്ങനെ ഇങ്ങനെ കെട്ടുക. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല, പാളയാണ്. സൂപ്പർ സാധനമാണ്. പാളയ്ക്ക് ഇങ്ങനെ ഉപയോഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മുമ്പ് നമ്മൾ പാളോട് സാധനം ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എന്നിട്ടാ നമ്മൾ കുരുമുളകിൻ്റെ കാലിടാൻ സമയത്ത് ഇതൊഴിക്കാനായിട്ട് മറ്റേ സിമെന്റ് കലക്കല്ല മെറ്റലിട്ടില്ലേ, കോലിട്ട് എപ്പോൾ കഴിയാൻ. അപ്പം പാളയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ എന്ത് വേഗം പണി കഴിഞ്ഞു. അപ്പം നമ്മൾ നിസ്സാരമാണ് എന്ന് വിചാരിക്കുന്ന പാള കൊണ്ടുള്ള ഉപയോഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്തത് ഇതാ കണ്ടോ, കുരുമുളകിൻ്റെ പോസ്റ്റിന് സിമെൻറ്റ് ഇട്ട് കൊടുക്കുന്ന പാളയിലാണ് കേട്ടോ. കണ്ടോ, പാള കൊണ്ട് അടിയിൽ സിമെൻറ്റ് ചട്ടി കൊണ്ടിട്ടു, മുകളിൽ ചട്ടി കൊണ്ടിടാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു പാള കൊണ്ടുവന്ന് പാളയിലാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. എന്ത് വേഗം പണി കഴിഞ്ഞറിയോ? 4 പ്രാവശ്യം പാളയിലിട്ടപ്പോൾ നിറഞ്ഞു. കുറച്ച് കുരുമുളക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് അത് നന്നാക്കിയിട്ട് വെയിലത്ത് വെക്കണം. പിന്നെ പാള കീറി വെക്കണം കേട്ടോ. വള്ളി ഉണ്ടാക്കണ്ടേ? പ്ലാസ്റ്റിക്കിന് നമ്മുടെ വീട്ടിലേക്ക് കടത്താണ്ടിരിക്കാൻ പാളവള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതേ കണ്ടോ പാള ഇരിക്കണത്? ഇത് പറമ്പിൽ നിന്ന് മുറിച്ച് കൊണ്ട് വച്ചിരിക്കണതാണ് കേട്ടോ. പണ്ട് കാലത്ത് ഇത് ചെയ്തിരുന്ന നമ്മളതൊക്കെ. ഒന്നിച്ച് ചീന്തി വെക്കണ കുഴപ്പമില്ല അല്ലേ? ചീന്തി കെട്ടി വെച്ചാലേ ഇപ്പോൾ ഒത്തിരി നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കൊണ്ടുപോകാമല്ലോ. കുരുമുളക് വള്ളി കെട്ടാനായിട്ട് പാളവള്ളി കേട്ടോ. ഇന്നലെ കുറച്ച് ഞങ്ങൾ ഇതുപോലെ ചീന്തിയിട്ട് പാളയുടെ വള്ളി ചീന്തിയിട്ട് ജയശ്രീ കൊണ്ടുപോയിട്ട് കുറച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതും കീറി വെക്കാം കേട്ടോ. പാള കാണാത്തവരുണ്ടാ ചിലപ്പോൾ ഉണ്ടാവൂല്ലേ? എന്താണ് പാള? ഇത് പാള അല്ല, ഇത്രയും വലിയ പാളയാണ്. അത്ര വലുതൊന്നല്ല കേട്ടോ, അത് മീഡിയം സൈസ് പാളയാണ്. പണ്ട് കാലത്ത് നമ്മൾ ഈ പാള കൊണ്ട് ഒരുപാട് ഉപയോഗം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് വെള്ളം കോരാനാണ്. വെള്ളം കോരാനായിട്ട് എന്താ ചെയ്ത് ഇവിടെ ഇങ്ങനെ മുറിക്കുക ചെയ്യുക. ഇവിടെ ഈ സൈഡിൽ മുറിക്കും, ഈ സൈഡ് മുറിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക ഞാൻ കാണിച്ചു തരാം. പാളാസ് മുറിക്കട്ടെ. അമ്മീമ അരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മുളകൊക്കെ അരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ പാളാക്കുകൾ ഉണ്ടാക്കി വയ്ക്കും. കൊച്ചു കൊച്ചു പാളക്കഷ്ണങ്ങൾ, പാളാക്ക് എന്ന് പറയുന്നതിന് പാളാക്ക്. എന്നിട്ട് ഇതാ ഇങ്ങനെ അമ്മീമ മുളക് മല്ലിയൊക്കെ അരയ്ക്കുകയാണെങ്കിൽ ഇതാ കൈതോട് ഇങ്ങനെ നീക്കി എടുക്കും. അപ്പോൾ കയ്യമ്മ ആവില്ല, എരിയില്ല. എന്നിട്ട് എന്ത് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുക കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടും. കണ്ട ഇതൊന്നും കൂടി ഇതാ ഇങ്ങനെ മടക്കും. എന്നിട്ട് നല്ല വള്ളി ഇട്ടിട്ട് ഇങ്ങനെ കിട്ടും. അതുപോലെ ഈ സൈഡും കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു ബക്കറ്റില്ലേ ചെയ്യണം. കയറുകൊണ്ടേ ചൂടിക്കയറില്ലേ, ചൂടിക്കയറുകൊണ്ട് ഇതാ ഇങ്ങനെ കിട്ടും.
ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പ്രത്യേക ഒരു പ്രാക്ടീസൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? നമ്മളിത് ശരി ഇതിനുള്ളിൽ ഇവിടെ ഇങ്ങനെ കയർ കെട്ടി, ഇങ്ങനെ കയർ കെട്ടിയിട്ട് വെള്ളം കോര ഉപയോഗിക്കും. ഒരു വടി വയ്ക്കൂല, വളയാണ്ട് ഇങ്ങനെ വളയാണ്ടിരിക്കുക അല്ലേ, ഇങ്ങനെ ഒരു വടി വയ്ക്കും. ഇപ്പോൾ ഒരു കെട്ട ഒരു രസം ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുകൊണ്ട് വള്ളി ഉണ്ടാക്കാം കേട്ടോ. വള്ളി പണ്ട് കാലത്ത് കടകളിലൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാളവള്ളി കൊണ്ടാണ് കിട്ടുക, കെട്ടി കിട്ടുക. അതായത് ഇലയിൽ പൊതിഞ്ഞിട്ട് പാളയുടെ വള്ളി കൊണ്ട് കിട്ടും. ഇങ്ങനെ ചെറിയ ചെറിയ വള്ളി ഉണ്ടാക്കാം. വള്ളി കിട്ടിയല്ല. ഇത് വീതി കുറക്കണ്ടല്ല ജയശ്രീ? വീതി കുറക്കണോ? കുറക്കലാ? 2 വള്ളി. ഓക്കെ, 2 വള്ളി. അപ്പോൾ ഇവിടെ ഇനി ഒരെണ്ണം കീറുമ്പോൾ പോള അതിന് കിട്ടുള്ളൂ നമുക്ക്. ഒരെണ്ണം കീറി കഴിഞ്ഞാൽ ഇതിൻ്റെ പോള കിട്ടും. ഉണ്ടാ ഇതിന് പോള ഇങ്ങനെ ചീന്തി കളയാം. അപ്പോൾ ശരിക്കും കീറാൻ പറ്റും. കടുമാങ്ങയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഈ പോളയും കളയും, ഇപ്പുറത്തെ ഇതും കളയും. എന്നിട്ട് അതൊന്ന് മടക്കിയിട്ട് ഭരണി വാക്കെട്ടി കിട്ടും. ഇങ്ങനെ ഇപ്പോൾ എല്ലാ പോളയുടെ ഉള്ളിലത്തെ കളഞ്ഞു. വൈറ്റ് കളറുള്ള പോള കണ്ടോ? സിൽക്ക് നൂല് പോലത്തെ പോള. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വള്ളി ചീണ്ടാൻ പോകാം നമ്മൾ കേട്ടോ. ഈ വണ്ണം കുറഞ്ഞ വള്ളികൾ ചീന്തി വയ്ക്കാം. വള്ളി ഈ പ്ലാസ്റ്റിക് വള്ളി നമ്മുടെ വീട്ടിൽ കടത്തണ്ടല്ലോ. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇന്ന് 28 ഉച്ചാലാണ്. 28 ഉച്ചാല വെച്ചാൽ മകരമാസം 28-ാം തീയതി ഉച്ചാല് എന്ന് പറഞ്ഞ ഒരു വിശേഷമുണ്ട് അമ്പലങ്ങളിൽ. 28 ഉച്ചാല് എന്ന് പറയും. 28-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. അത് കാരണം കൊണ്ട് 28 ഉച്ചാല് എന്ന് പറയും. ഉച്ചാല് അമ്പലങ്ങളിൽ വിശേഷാൽ പൂജയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ അടുത്തുള്ള അമ്പലം വെച്ചാൽ കുണ്ടുകാവ്, ആമ്പല്ലൂര് കുണ്ടുകാവ് അമ്പലത്തിൽ നല്ല പൂരൊക്കെ ഉണ്ട് അവിടെ. എന്താ വൈ വാട്ട് കിം നല്ല കട്ടിയല്ലേ ആ ഭാഗം? ഇത് വീതിയാക്കിക്കോളോ. പണ്ട് കടയിൽ നിന്ന് നമ്മൾ സാമാനമൊക്കെ മേടിച്ചുകൊണ്ടിരുമ്പോൾ തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് പാളവള്ളി കൊണ്ട് കെട്ടിയിട്ടൊക്കെയല്ലേ കൊണ്ടുവരിക പണ്ട് കേട്ടോ. ശർക്കരയൊക്കെ കടലാസൊന്നും അന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ കടലാസായി. പഞ്ചസാരയൊക്കെ കടലാസല്ലേ തരും നമുക്ക്. പിന്നെ കുറേ കഴിയുമ്പോൾ പ്ലാസ്റ്റിക് വന്നപ്പോൾ പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചു എല്ലാവരും. അതെ, വലിച്ചോ കയറി നോക്കോ. യെസ് 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 യെസ്. കുറച്ച് പോരുമ്പോൾ പിന്നെ നമുക്ക് നോട്ടോ
ഇപ്പം കെട്ടാൻ പാകാട്ടാ, നല്ലതാ, നല്ല ഫ്ലെക്സിബിളാ. ഉണങ്ങി കഴിഞ്ഞാൽ ഒടിയും അല്ലേ? ഇനിയുണ്ടോ? വേറെ ഇല്ലേ? ഞാനും ചെയ്യാറുണ്ട്. ഒരെണ്ണം കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ കീറാൻ കിട്ടും. എത്രണ്ടെന്നറിയത്? 45 ഞാൻ എണ്ണ നോക്കി. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള സാധനം. കുരുമുളക് കേട്ടോ. അപ്പോൾ ഇതാണ് പാള കൊണ്ടുള്ള ഒരു ഉപയോഗം. പിന്നെ പാള കൊണ്ട് എന്തൊക്കെ ഉണ്ടാകാം വേറെ ജസ്റ്റ് പറയാൻ പറ്റുമോ? 1 പ്ലേറ്റ് ഉണ്ടാക്കാം. പ്ലേറ്റ് ഉണ്ടാക്കാം. 2 വെള്ളം ഉണ്ടാക്കുന്ന സാധനം വിശറി ഉണ്ട്. വെള്ളം കോരാനുള്ള ബക്കറ്റിന് പകരം ഉണ്ടാക്കുന്നത്. പശുക്കൾക്ക് കൊടുക്കാം. പിന്നെ പശുക്കൾക്ക് തിന്നാൻ കൊടുക്കാം. കുറേ ഉണ്ട്. പിന്നെ പണ്ട് ചാണം മെഴുകും, ചാണം മെഴുകാനായിട്ട്, പാളാക്കൊണ്ട് കോരാനായിട്ട്. എന്നിട്ടത് സ്പെഷ്യൽ യുവർ ഡിയറസ്റ്റ് സ്വീറ്റ് പൊട്ടറ്റോ. ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് സ്വീറ്റ് പൊട്ടറ്റോ. എൻ്റെ അമ്മേ, ഷുഗറുകാർക്ക് ഇഷ്ടംപോലെ കഴിക്കാമെന്നാണ് പറയണത് അല്ലേ? പക്ഷെ ചേട്ടൻ ഒന്നും കഴിക്കുന്നുണ്ട്. നല്ല മധുരല്ലേ? ഞാൻ ഇത്തിരി കഴിച്ചു നോക്കിയാലോ? ചമ്മന്തിയെ കൂട്ടണതിൽ ചമ്മന്തി. ചേട്ടൻ എന്ത് കൂട്ടണം? ചമ്മന്തി വേണം അല്ലേ? ആ, മല്ലിയില ചമ്മന്തി. പക്ഷെ കളറിലില്ല, പച്ച കളറിലില്ലോ. അതൊക്കെ ഉണ്ടേ ചുമന്ന മുളക് ഇട്ടിട്ടുണ്ടാക്കിയിട്ടാവും. പഴുത്ത മുളക്, പഴുത്ത പച്ചമുളക്. ഓക്കെ ഓക്കെ, ഞാനും കഴിച്ചാൽ ഇത്തിരി. എന്ത് ചായ? ഗ്രീൻ ടീ. യുവർ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ. ഓക്കെ. എനിക്കെന്താണെന്നറിയാം ചേട്ടന്? എനിക്കുണ്ടാക്കിക്കണത് പാലില് ഇതാ, ഇതിൻ്റെ പേരാണ് ഫ്ലാക്സീഡ്. ഫ്ലാക്സീഡ് എന്നത് കേട്ടോ. ഫ്ലാക്സീഡ്. ഇത് കഴിച്ചാലേ നല്ല ചാണത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് ഫ്ലാക്സീഡ്. ഞാനിതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും കഴിക്കും. ഗോപം കുറേ വാങ്ങിച്ചോടുന്നുണ്ടേ. പിന്നെ അത് കുറച്ച് എള്ളുണ്ടാക്കിയപ്പോൾ നമ്മൾ എള്ളിൽ കൂട്ടി ആക്കിയില്ലേ, അതുപോലെ തന്നെ ഇതിലുണ്ടാക്കി കഴിയണ്ടേ. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ഞാൻ പാലിലിടാൻ പറയും. തണുത്ത് കുതിർന്നുണ്ട്, അപ്പോൾ അത് കുടിക്കാം. അപ്പോൾ നമുക്കൊരു ഫൈബറാണ് അത്. ഞാനെടുക്കട്ടെ കുറച്ച് കേട്ടാ. അത് കണ്ടാലും മസാല പോലെ ഇല്ലേ? ഞാൻ നല്ല രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോട്ടെ, ഏലം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ചേട്ടനറിയോ? ഞാൻ ഇതിൻ്റെ റെസിപ്പി പണ്ടൊരിക്കൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഇന്നത്തെ എല്ലാ ചേട്ടൻ എന്നും കഴിക്കണതാണ്. ഞാനിന്ന് ഇത്തിരി കഴിച്ചു നോക്കാം. ഞാൻ കഴിക്കാറില്ല. അത് ഷുഗറുകാർക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കണതാണ്. ചേട്ടന് ഇത്തിരി ഷുഗർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ദിസ് ഈസ് പൊട്ടറ്റോ മസാല അല്ലേ? പൊട്ടറ്റോ അല്ല, സ്വീറ്റ് പൊട്ടറ്റോ മസാല കേട്ടോ. പൊട്ടറ്റോ അല്ല, സ്വീറ്റ് പൊട്ടറ്റോ. ഒരു മധുരക്കിഴങ്ങിൻ്റെ മസാലക്കറിയാണ് കേട്ടോ. സ്വാദുണ്ട് കേട്ടോ. ചേട്ടനിപ്പോൾ ഇതില്ലാണ്ട് വൈകുന്നേരം പറ്റില്ല നമ്മളല്ലേ? അഡിക്റ്റായി. അതേ മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്. പണ്ടൊരിക്കൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എടുത്തോ? ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ, നല്ലതാണ്. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ.
ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഒട്ടും തന്നെ ഇതിന് മധുരത്തിൻ്റെ ഒരു ശല്യം ഇല്ല ഇതിന് കേട്ടോ. മധുരം ഉണ്ടെങ്കിലും മധുരത്തിൻ്റെ പഞ്ചസാര കഴിക്കണ പോലെയോ അരി കഴിക്കണ പോലെയൊന്നും അല്ല. നല്ലതാണ്, അനുവദിച്ചിട്ടുള്ളതാണ് ഡോക്ടേഴ്സ്. ആ ഇഞ്ചിയുടെയൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചിയുടെയൊക്കെ എരിവ് ഒക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പർ സാധനം കേട്ടോ. ആർക്കും കഴിക്കാം, ഷുഗർ ഉള്ളവർക്കും കഴിക്കാം, ഷുഗർ ഉള്ളവർക്കും കഴിക്കാം, ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാം. നല്ല സ്വാദുണ്ട്, നല്ല രസം. ഞാൻ വേണമെങ്കിൽ നാളെ റെസിപ്പി ഇടാം കേട്ടോ ഇതിൻ്റെ. സൂപ്പറാണ്, ഉണ്ടാക്കാമല്ലേ? ഇത് രാജേട്ടൻ എന്നും കഴിക്കുന്നതാണ് ഇത്. രാജേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് മുമ്പ്, എനിക്ക് കുറേ നാൾ മുമ്പ് ഇതിൻ്റെ ഒരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ. ഷുഗറുകാർക്ക് നല്ല സാധനമാണ്. അപ്പോൾ നാളെ നമുക്ക് ആ റെസിപ്പി ഇട്ടുതരാം കേട്ടോ. ഓക്കെ, ശരി ശരി.